അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം കഴിഞ്ഞ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ടെറസിന് മുകളിൽ ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇടാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം കഴിഞ്ഞതിന് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇട്ട വീഡിയോ എന്ന് പറയുന്നത് മറ്റേ ഈ ടെറസിന് മുകളിൽ ഈ ഡ്രാഗൺ ഫ്രൂട്ട് നട്ട് ഈ കുറച്ച് ഇതൊക്കെ ഉണ്ടായ അനുഭവങ്ങളായിരുന്നു. എന്ന് വെച്ചാൽ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വേരുകളൊക്കെ ഈ ടെറസിന് മുകളിലൊക്കെ ഒരുപാട് പടർന്നു പോയി, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായ ഒരു വീഡിയോ ആണ് ഞാൻ ഇട്ടത്. അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കുറവായിരുന്നു. ഇപ്പോൾ ഇപ്രാവശ്യം പിടിച്ചില്ല എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നെന്ന് വെച്ചാൽ വേറെ ടെസ്റ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാൻ വയ്യ. കാരണം ഈ ഇതിൻ്റെ സീസണായ സമയത്ത് ഇതിനകത്ത് പൂവൊന്നും പിടിച്ചിട്ടില്ലായിരുന്നു. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൽ കുറച്ച് എന്ന് വെച്ചാൽ ഈ താമസിച്ചാണ് ഈ ഫ്രൂട്ടുകൾ വന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ ഫ്രൂട്ടുകൾ വന്നതിനെക്കുറിച്ചുള്ള ഇത് കാണിച്ചു തരാം. അപ്പോൾ എന്ന് പറയുന്നത് ഇതിനകത്തൊക്കെ എൻ്റെ ഫ്രൂട്ട് പിടിച്ചിരിക്കുകയാണ്. ഈ കാണുന്ന ഈ മഞ്ഞ പോലുള്ള ഫ്രൂട്ടുകൾ എന്ന് വെച്ചാൽ അത് പോവും, അത് പൊടിഞ്ഞു പോവും, അത് കാ പിടിക്കത്തില്ല. ഇവിടെ ഇതിനകത്തൊക്കെ പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഒരു 2 പിടിച്ചിട്ടുണ്ട്. ഉണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സംഭവം ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കണ്ടില്ലേ, ഇതിനകത്തൊക്കെ ഫ്രൂട്ട്സ് എല്ലാം പിടിച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സിൻ്റെ അതിൻ്റെ പൂക്കൾ എല്ലാം പൂവെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇതാണ് ഇനി കാ ആവുന്നത്. അപ്പോൾ അതിൻ്റെ ഇത് പൊടിഞ്ഞു പോവും. കണ്ടില്ലേ, അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തൊക്കെ പൂ പിടിച്ചിട്ടുണ്ട്. ഇതോ ആ കാണുന്ന ഇതാണ് എൻ്റെ ഈ നട്ടിരിക്കുന്നതിൽ ഇവിടുത്തെ ഏറ്റവും ഒരുപാട് പഴക്കമുള്ള തൈയാണ്. അപ്പോൾ ഇതിലും പൂ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഈ മഞ്ഞ പോലെ വന്നിരിക്കുന്നതൊക്കെ ഇനി അത് പൊടിഞ്ഞു പോകും, അത് കാ ആവത്തില്ല. പക്ഷെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് താഴെ കാണുന്നുണ്ടോ എന്ന് അറിയില്ല. താഴെ കിടക്കുന്നതെന്ന് പറയുന്നത് ഇതിൽ നിന്ന പൂക്കളാണ്. അത് ഇവിടെ ഇവിടെ കുരങ്ങിൻ്റെ മലയോര പ്രദേശമാണ്. കുരങ്ങിൻ്റെ ശല്യമുണ്ട്. അപ്പോൾ ആ കുരങ്ങിൻ്റെ ശല്യം കാരണം അതൊക്കെ ഒരു ദിവസം ഞാൻ ജോലിക്ക് പോകുന്നതുകൊണ്ട് ഞാൻ ഇല്ലാത്തിരുന്ന സമയത്ത് ഇതൊക്കെ വന്നെല്ലാം പൊടിച്ച് കളഞ്ഞതാണ്. ഇവിടെയൊക്കെ അതിൻ്റെ ഇത് കിടക്കുന്നതാണ്. എല്ലാം അത് നശിപ്പിച്ച് കളഞ്ഞു. അതാകെ ഒരു വല്ലാത്തൊരടിയായിപ്പോയി. അപ്പോൾ ഈ മുമ്പൊന്നും ഈ കുരങ്ങന്മാർ ഇറങ്ങി ഇത്ര ശല്യങ്ങളൊന്നുമില്ലായിരുന്നു. ഇതിനകത്ത് ഒരുപാട് മുള്ളുണ്ട്. അപ്പോൾ മുള്ളുള്ളതുകൊണ്ട് ഇതൊന്നും അടുത്തോട്ടേ വരത്തില്ലായിരുന്നു. അങ്ങനെ നമുക്ക് കാളെല്ലാം കിട്ടുമായിരുന്നു. ഇപ്പം എന്ന് വെച്ചാൽ അമ്മരെല്ലാം കളികളും പഠിച്ചു പോയി. അപ്പോൾ അവർ ഇറങ്ങിയെല്ലാം ഇതിൽ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് കായൊക്കെ പറിച്ചുകൊണ്ട് പോയായിരുന്നു. ഇപ്പം കാ മാത്രമല്ല, ഇപ്പം ഈ പൂവാവുന്ന സമയത്ത് വരെ പൂവുകളെല്ലാം ഭയങ്കര ശല്യമാണ്. നമ്മളിവിടെ ഭയങ്കര ശല്യമാണ്. അതല്ല ഞാൻ ഇവിടെ ഇല്ലാത്ത സമയമായിരുന്നു. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും അത് പറിച്ച് കളയത്തില്ലായിരുന്നു. അങ്ങനെയാണ് ഈ കുരങ്ങെന്ന് വെച്ചാൽ നമ്മളെ ഈ നാട്ടിൻ പ്രദേശങ്ങളിൽ ഭയങ്കര ശല്യമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കുരങ്ങുകൾ ഒരുപാട് വന്ന് നമ്മളെ ഈ പൂക്കൾ മൊത്തം നശിപ്പിച്ച് കളഞ്ഞ്. അത് ഒരുപാട് കാ കിട്ടേണ്ട, ഒരു 8 കായോളം കിട്ടേണ്ടായിരുന്നു. അപ്പോൾ ആ കായകളെല്ലാം പോയി. ഇനി അത് പറഞ്ഞ കാര്യമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതിനകത്ത് ഇനി പൂവൊന്നും പിടിക്കില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇവിടെ നല്ല ഈ സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ ഇതിൽ എവിടെ നട്ടാൽ പൂ പിടിക്കും. അതുകൊണ്ട് നമ്മൾ ഈ താഴ്ത്തുന്ന പ്രദേശത്തുണ്ട് ഈ കൃഷിയിടങ്ങളുണ്ട്. അവിടെയൊക്കെ ഓരോന്ന് നട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇത് കൊണ്ട് നട്ട് കഴിഞ്ഞാൽ കാ പിടിക്കുന്ന കാര്യം പാടായിരിക്കും. കാരണം സൂര്യപ്രകാശം ഇല്ലെങ്കിൽ. കാരണം നമ്മളെ ഈ മാമൻ്റെ അവിടെ ഇത് നട്ടിട്ടുണ്ട്. അത് ഒരുപാട് പഴക്കമുള്ളതാണ്. അപ്പോൾ അതിനകത്തൊന്നും ഇതുവരെ അങ്ങനെ പൂവൊന്നും അങ്ങനെ പിടിക്കൊന്നുമില്ല. പഴയതുപോലെ അങ്ങനെ കാകളൊന്നും കിട്ടാറില്ല. പക്ഷേ ഈ ടെറസിന് മുകളിൽ നല്ല ഈ സൂര്യപ്രകാശം കിട്ടുന്നുണ്ട്. അതിലൊരുപാട് കാകൾ പിടിക്കുന്നുണ്ട്, പൂ പിടിച്ച് കിട്ടുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെയുള്ള ഒരു കുഴപ്പങ്ങളുണ്ട്. പക്ഷേ ഇത് ഈ ടെറസിന് മുകളിൽ നടുന്നത് അത്ര സേഫ് അല്ല. ഇത് മാറ്റി നടേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ. അപ്പോൾ നേരത്തെ ഒരു കാര്യം പറയാനായിട്ട് ഞാൻ വിട്ടുപോയായിരുന്നു. അപ്പം എൻ്റെ ഈ ചാനലെന്ന് പറയുന്നത് യാത്രാപരമായുള്ള വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയത്. അതായത് ട്രാവൽപരമായിട്ടുള്ള പല സ്ഥലങ്ങളിൽ പോയി വീഡിയോ എടുത്ത് ഇടുന്നതായിട്ട് വേണ്ടിയാണ് ഈ ചാനൽ തുടങ്ങിയത്. അപ്പം അതിനിടയ്ക്ക് കുറച്ച് കാരണങ്ങൾ കൊണ്ട് മിക്സ്ഡ് കണ്ടന്റ് അഗ്രികൾച്ചർ പരമായിട്ടുള്ള വീഡിയോ ഒക്കെ ഒരുപാട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ നല്ല വ്യൂസ് ഉണ്ട്. പക്ഷെ അപ്പം ഞാൻ അത് ഇനി മുന്നോട്ട് അങ്ങനെ കൊണ്ടുപോകുന്നില്ല, ഇത് അഗ്രികൾച്ചർ പരമായിട്ടുള്ളത്. കാരണം എനിക്ക് അതിന് ഒരുപാട് വീഡിയോ അങ്ങനെ ചെയ്യാനായിട്ടുള്ള കണ്ടന്റ് ഇല്ല. എന്ന് വെച്ചാൽ ഒരുപാട് അറിവ് ഇതിനെക്കുറിച്ച് വേണം. അതിനുള്ള ഇതൊന്നും എനിക്കില്ല. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ വീഡിയോ ഞാൻ ഇനി അങ്ങനെ ചെയ്യില്ല. അപ്പം ഈ അഗ്രികൾച്ചർ പരമായ വീഡിയോ കണ്ട് ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഇനി കൂടുതലും, കാരണം ഞാൻ അങ്ങനത്തെ ഇനി വീഡിയോ ചെയ്യുന്നതായിരിക്കും കുറവായിരിക്കും. ട്രാവൽ പരമായിട്ടുള്ള വീഡിയോ ആയിരിക്കും കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഒരുപാട് വീഡിയോ അങ്ങനെ വരാൻ പോകുന്നുണ്ട്.
അതായത് ഇനി ഒരുപാട് ഈ വടക്കൻ കേരളത്തിലും നമ്മുടെ കേരളത്തിലെ പല സ്ഥലങ്ങളിലും പോയി യാത്ര ചെയ്ത് വീഡിയോ എടുക്കാനുള്ള ഇതുണ്ട്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ തമിഴ്നാട്ടിൽ ഒരുപാട് തമിഴ്നാട്ടിൽ പോയി എടുക്കണമെന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള വീഡിയോയ്ക്കും വരുന്നത് കൂടുതലും. അപ്പം അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പം ഈ അഗ്രികൾച്ചർ പരമായി വീഡിയോ കണ്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളെങ്കിൽ നിങ്ങൾ വേറെ ഒന്നുമല്ല, അങ്ങനത്തെ വീഡിയോ ഇനി കുറവായിരിക്കും.